നീ പറഞ്ഞ രണ്ടാമത്തെ സിഒ ഇവനാണല്ലേ, ഈ ഭൂലോക കോഴി? നോക്കിക്കോ മോളെ, ഇവൻ സിഒയെ അധികം വൈകാതെ കമ്പനി പൊട്ടിക്കും. സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരം സഹിക്കുന്നു. അത് വിടടാ, അതവൾ അറിയാതെ പറഞ്ഞതല്ലേ. എന്ത് ഇങ്ങനെ? ഞാൻ പോവുക, നീ വേണമെങ്കിൽ വാ. പിന്നെ ഈ നോൺസെൻസ് ഒന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. ഡാ കാശി, പോകല്ലേ. ഷോ മിത്ര, നിങ്ങളൊന്നും വിചാരിക്കല്ലേ, അവന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അവന് വേണ്ടി ക്ഷമ ചോദിക്കുക. മിത്ര, ഞാൻ ഇന്നിറങ്ങട്ടെ, ഓഫീസിൽ വെച്ച് കാണാം. എന്തെവിടെ ഇപ്പൊ നടന്നത്? നീ ഒറ്റ കാരണം സാർ ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോയത്. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഓ പിന്നെ, നീ ഒന്ന് പോയേടി. അയാളുടെ ഒരു ഒടുക്കത്തെ ചാട എനിക്കിഷ്ടപ്പെട്ടില്ല. ഓ, ഇവളോട് പറയുന്നതിന് നല്ല വില പട്ടിയോട് പറയുന്നത്. ഞാൻ പോന്നു. എടാ, അതവര് തമാശക്ക് വല്ലതും പറഞ്ഞതാവൂ. എന്ത്, ഇതാണോ തമാശ? എനിക്ക് അത്ര തമാശയായിട്ട് തോന്നിയിട്ടില്ല. എടാ, അവളുടെ കാര്യം പോട്ടെ മിത്ര, അവൾ എന്ത് പഴച്ചു? അവളോട് എന്തെങ്കിലും നീ ഒന്ന്. വിവി, നീ വെറുതെ എന്റെ വാങ്ങാൻ നിൽക്കണ്ട. മിത്ര, എല്ലാവളുമാരും കണക്കാം. ആ കണ്ണ, നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ? ഇവരിതെന്തു പറ്റി? എന്തെങ്കിലും ആവട്ടെ. വിവി, മോന് ചായ എടുക്കട്ടെ? കുറച്ച് കഴിയട്ടെ, ഞാൻ ഫ്രഷ് ആയി വരാം. വേഗം കുളിച്ചിട്ടോ, അമ്മ ചായ എടുത്തു വെക്കാം. ശരി. ഡാ വാ, അമ്മ ചായ കുടിക്ക. അല്ല, നീ ഇതുവരെ ഫ്രഷ് ആയില്ലേ? ഇല്ല. എന്താടാ ഇത്? നീ ഇത് വിട്ടില്ലേ? കാശി, അവരത് തമാശക്ക് പറഞ്ഞതല്ലേ, അതങ്ങ് കളഞ്ഞേക്കടാ. എന്ത്, നിനക്കത് തമാശയായിരിക്കും, ബട്ട് എനിക്കങ്ങനല്ല. എന്ത് ചീപ്പായിട്ടാ നിന്നെ കുറിച്ച് അവളെ സംസാരിച്ചത്. എനിക്ക് ഒരിക്കലും ഇത് ക്ഷമിക്കാൻ കഴിയില്ല. എടാ, നീ അത് വിട്. വെറുതെ മനസ്സിൽ വെച്ചിട്ട് പ്രഷർ കയറ്റണ്ട. പിന്നെ അമ്മ താഴെ കാത്തിരിക്കാം. വാ, ചായ കുടിക്കാം. പിന്നെ നീ ഇപ്പം വന്നില്ലെങ്കിൽ നിന്റെ ചായയും കൂടെ ഞാൻ എടുത്ത് കുടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ പൊക്കോ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. ചെന്നിട്ട് ഞാൻ വരാം. ശരി, വേഗം വരണേ. കണ്ണ, ചായ കുടിക്ക്. കണ്ണ, എന്താ വെച്ചടാ മുഖം വല്ലാതിരിക്കുന്നെ? അമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. അത് കേട്ടാ നിങ്ങൾ രണ്ടും ചിരിച്ച് ചിരിച്ച് ചാകും. അത്രയ്ക്ക് കോമഡിയാ. ഞങ്ങൾ രണ്ടും കൂടി മിത്രയുടെ വീട് വരെ പോയി. ചിരിച്ചു ചിരിച്ച് എന്റെ വയറ് പൊട്ടി. ഞാൻ ഇതുവരെ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരം സഹിക്കുന്നു. കാശി, വിടടാ. എന്തിനാ നീ എന്നെ ഇങ്ങനെ ടെമ്പർ തെറ്റിക്കുന്നത്? മതി, നിർത്ത്. കഴിഞ്ഞത് കഴിഞ്ഞു. വീണ്ടും അതിനെ കുറിച്ച് വാർദ്ധിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? രണ്ടിനോടും കൂടിയാ പറയുന്നേ, ഈ ടോപ്പിക് ഇവിടെ നിർത്തിക്കൊള്ളണം. ഇതിനെക്കുറിച്ച് വീണ്ടും കേൾക്കാൻ ഇടവന്ന ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്.
അറിയാലോ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം. ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല. നാളെ സംസാരിക്കാം. നിങ്ങൾ റൂമിൽ പോയിക്കോ. സന്ധിത്താമേ കനാക്കളിൽ സിലമുറയാ പലമുറയാ അന്തിവാനിൽ ഉലാവിനോ അത് ഉനക്ക് നിனைவில்லையா ഇരുകരകളെ ഉടത്തിടവേ പെരുകിടുമാ കടലലേ ഇരു വഴി சொல்லுமா கலங்கரையே உனதருகே அலையடிக்க கரை சேர்வதன் கனாவில் நிகழ்ந்திட அனமேலே பறித்தொளி அலைபாயும் ஒரு கிளி. അയ്യോ എന്റെ കൃഷ്ണ, എന്ത് കഷ്ടപ്പാടാ. ഒന്ന് ഉറങ്ങണം എന്ന് കരുതിയ അപ്പ ഈ കാശി സാർ ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടുത്തുക. എന്റെ കൃഷ്ണ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അല്ലെങ്കിലും കൃഷ്ണനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കൃഷ്ണനെ മാറ്റി പിടിക്കാം, അത് എനിക്ക് നല്ലത്. എന്റെ ആഞ്ജനേയ സ്വാമി എന്നെ കാത്തോളണേ. ഈ കാശി സാറിനെ ഒന്ന് എന്റെ സ്വപ്നത്തിൽ നിന്ന് മാറ്റി തരണേ. അയ്യോ അമ്മേ, പ്രേതം. പ്രേതത്തിനെ മറ്റേ ഓ ഇങ്ങനെയായിരുന്ന. നിനക്കെന്താ പെണ്ണെ ഉറക്കില്ലേ ഇങ്ങനെ മനുഷ്യനെ രാത്രി പേടിപ്പിക്കുന്നേ? അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടതാ. കാശി സാറായിരിക്കല്ലേ? അല്ല, നിന്റെ മറ്റവനെ. എന്റെ മറ്റവനാ? നീ എന്തിനാ എന്റെ മറ്റവനെ കാണുന്നേ? സത്യം പറഞ്ഞു. ഓ എന്റെ അന്നാമേ, ഒന്ന് കിടക്ക് നീ. ഗുഡ് നൈറ്റ്.